രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് 6 മണി സമയം. ഓക്കെ, നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് കുറച്ച് ദൂരെ പോവാണ്. ട്രിവാൻഡ്രം ടു തമിഴ്നാട് ബോർഡർ വഴി അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവാണ്. തെങ്കാശി റൂട്ടിലാണ് ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ 2 ദിവസത്തെ യാത്രയാണ്. പോയിട്ട് അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി കുറേ നേരമായി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാലോട് ഭാഗത്തു കൂടി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വളരെ അടുത്താണ് ഭരതന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാലോട് ഭാഗത്തുനിന്ന് ഭരതന്നൂരിലേക്ക് പോകുന്ന വഴി ഇത് ഈ ഒരു ഡീവിയേഷൻ എടുത്ത് വന്നതാണ്. സുമതി വളവ് കാണാനാണ്. എൻ്റെ പിന്നിൽ കാണുന്നൊരു വളവുണ്ടല്ലോ, ഒരു എസ് വളവ് പോലെയാണ്, ഭയങ്കര നല്ലൊരു വളവാണ്. ഇതിപ്പോൾ ഒരു വാഹനം കയറി വരുന്നുണ്ട്. ആ വളവെന്ന് പറയുന്നതാണ് സുമതി വളവ്. ഒരുപാട് പേടിപ്പിക്കുന്ന കഥകളൊക്കെ ഉള്ള, ഒരുപാട് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് ഒക്കെ ആൾക്കാർ അവകാശപ്പെടുന്ന കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നൊരു സ്ഥലമാണ്. വൈകുന്നേര സമയത്ത് സന്ധ്യ കഴിഞ്ഞ് രാത്രി കാലങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് സുമതി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഗോസ്റ്റ് ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ആത്മാവ്. ഇതാണ് ആ വളവ്. ഈ വാഹനങ്ങളെല്ലാം ഇങ്ങനെ വളരെ പതുക്കെയാണ് കയറി വരുന്നത്. ആ ഒരു വളവെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു ടേണിംഗ് ആണ്. നമുക്കിങ്ങനെ ഒതുങ്ങി നിൽക്കാം. ഇവിടെ CCTV സർവൈലൻസ് സ്പോട്ടാണിത്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ഒരു വളവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന കഥ എന്ന് പറയുന്നത് 1950 സുമതി എന്ന് പറയുന്നൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ഇവിടെ കൊല്ലപ്പെട്ടുവെന്നും ഇതിൻ്റെ മേളിൽ ഈ ഒരു കുന്നുപോലെ ഇരിക്കുന്ന ആ പ്രദേശത്താണ് അവരുടെ ബോഡി കണ്ടതെന്നും പറയുന്നു. അതിനുശേഷം ഈ സ്ഥലം ഒരു സ്പൂക്കി ആയിട്ടുള്ളൊരു പ്ലേസായിട്ട്, ഒരു ആത്മാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്ത് ഒരുപാട് പേർക്ക് രാത്രി അനുഭവങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു സ്പൂക്കി സ്റ്റോറിയുടെ ഭാഗമാണ്. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ പേടിക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സ്റ്റോറീസാണത് സുമതി വളവ്. ഇപ്പോൾ സുമതി വളവ് എന്നൊരു മൂവിയും വന്നിട്ടുണ്ട് റീസെൻ്റായിട്ട്. അത് ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡിലൂടെ അല്ലേ പോയത്. അപ്പോൾ ഒരു ജസ്റ്റ് 2-3 കിലോമീറ്റർ അകത്തേക്ക് കയറി ഡീവിയേറ്റ് ചെയ്താണ് ഈ സുമതി വളവ് കാണാനായിട്ട് വന്നത്. ഇതൊരു പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സുമതി വളവിൻ്റെ അവിടെ ആ ഭാഗത്ത് ഞാൻ കാറിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമുള്ള കാഴ്ച. ഇപ്പോൾ രാവിലെ സമയം 7:30 മണിയായിട്ടുണ്ട്. കോടയൊക്കെ ഇങ്ങനെ കാണാം. ഭയങ്കര ഒരു വനപ്രദേശം പോലെ. ഈ പ്രദേശമൊക്കെ ഈ പാലോട്, ഭരതന്നൂർ, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നല്ല ഗ്രീനറിയുള്ള ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. പാലോടാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ഉള്ളത്. ഭയങ്കര നല്ല സ്ഥലങ്ങളാണ് കേട്ടോ, ഫുൾ ഗ്രീനറി. അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. KSRTCയുടെ ബസ്സൊക്കെ ഇത് ആ വളവൊരു വലിയ വളവാണ്. ഇവിടെ ഒരു വളവുണ്ട്. വാഹനങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആൾക്കാരൊക്കെ കുറവാണ്. ആൾക്കാരിങ്ങനെ നോക്കുകയാണ്. ഞാൻ എന്താണ് ഈ സുമതി വളവിൽ കിടന്ന് കറങ്ങുന്നത് സംശയകരമായ സാഹചര്യത്തിൽ ഇങ്ങനെ നോക്കുന്നു. പക്ഷേ ഇതിപ്പോൾ പകലാണ്, രാവിലെയാണ്. എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. പക്ഷേ സന്ധ്യ കഴിഞ്ഞൊക്കെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടി. എന്നാലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടമാണല്ലോ അല്ലേ. ഒരു ലേഡിയുടെ മരണം, ഒരു മേർഡർ എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് 1950, ഇപ്പോൾ ഏകദേശം ഒരു 10-75 വർഷം കഴിഞ്ഞു. സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ല വ്യൂ പോയിന്റിലേക്ക് കയറി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ്. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി, മേഘങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അങ്ങനെ സുമതി വളവിൽ നിന്നും നമ്മൾ തിരിച്ച് കയറുന്നു. ഇവിടെ എല്ലാം സർവൈലൻസ് CCTV ക്യാമറാസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന പോയിൻറ്റും അതിനടുത്ത പോയിൻ്റ്, ആ വളവിൻ്റെയും ഈ 2 സ്ഥലത്തുണ്ട്. ഓ, ദാറ്റ്സ് നൈസ്. അപ്പം നമ്മൾ ആ വളവ് പാസ് ചെയ്ത് പോവാണ്. ദിസ് ഇസ് ദ ടേണിങ്. ഇതാണ് സുമതി വളവ് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ. ഒരു S ഷേപ്പിലാണ് വരുന്നത്. നല്ലൊരു ഡീപ്പ് ടേണിംഗ് ആണ്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഭരതന്നൂർ ഭാഗത്ത് ഓൾമോസ്റ്റ് എത്തിയെന്ന് പറയാം. ഇവിടെ കുറച്ച് ചെറിയ 1-2 കടകളുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റായിട്ട് ഇവിടെ കയറിയാലോ. ഒരു അപ്പനും അമ്മൂമ്മയാണ് അവിടെ കാണുന്നത്. ഇതൊരു ചെറിയ കവലയാണ് കേട്ടോ. ഇതേ ഒരു ബസ് റൂട്ടുണ്ട്. അവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ്. ഇതൊക്കെ റോഡ് മുഴുവൻ പട്ടി സ്ട്രേ ഡോഗ്സ്. ബസ് റൂട്ടാണ്. ഒരു അപ്പനും അമ്മൂമ്മ നടത്തുന്ന കടയാണ് കേട്ടോ. ചായ, അപ്പം, പുട്ട്, മുട്ടക്കറി. എന്താ കിട്ടപ്പോ? പുട്ട്.
അതെ അതെ. ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞ എവിടെയാണ്? ഇത് എക്സാക്ട് സ്ഥലം ഭരതനൂർ എത്തുന്നതിന് മുമ്പാണല്ലേ? മൈലമൂട്. ഇവിടെ തന്നെയാണോ വീട്? താമസിക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ. ഇത് എത്ര നാളായി ഈ ഒരു കട തുടങ്ങിയിട്ട് ബിസിനസ്? എന്നാലും കുറേ നാളായിട്ട് ബിസിനസ് ഉണ്ടല്ലേ? ഓക്കെ. ഒരു ഹോംലി സെറ്റപ്പാണ്. ഇവരിവിടെ തന്നെ താമസിക്കുന്നത് രണ്ടുപേരും. മുട്ടക്കറിയും പുട്ട്, ദോശ, അപ്പം. മുട്ടക്കറിയും അപ്പവും ആയാലോ? ആയിക്കോട്ടെ. ഇത് നല്ല ബസ് റൂട്ടാണല്ലേ? എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലേ? മൈലമൂട്. നമ്മൾ ഇവിടെ തിരുവനന്തപുരം. ഞങ്ങൾ ആ സുമതി വളവിൻ്റെ സൈഡിൽ കൂടിയാണ് വന്നത്. പണ്ടേ പോയില്ലേ? ഇപ്പൊ ഏതാണ്ട് 75 വർഷമായില്ലേ? ആളുമില്ല, എല്ലാരും പോയി. പണ്ട് അങ്ങനെ ഒരു കഥയില്ലായിരുന്നോ? അത് കഥയായിരുന്നു അല്ലേ? ആ, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ലല്ലോ. പണ്ടത്തെ കാലത്ത് പറയായിരുന്നു. ആ കാലത്ത് ഇവിടെ തന്നെ ആയിരുന്നോ നിങ്ങളൊക്കെ താമസിച്ചിരുന്നത്? അല്ല അല്ല, ആ സമയത്ത് ഇവിടെയൊക്കെ വീടുകളൊന്നും ഇല്ലായിരുന്നിരിക്കും അല്ലേ? ആ പണ്ടല്ലേ ഹോട്ട് വാട്ടറിലൊക്കെ വാഷ് ചെയ്ത പ്ലേറ്റ് ആണ് നല്ല ചൂട്. അപ്പം മുട്ട എനിക്ക്. അയ്യോ വേണ്ട, 2 എണ്ണം. എനിക്ക് 1 എണ്ണം ആയാലും മതി. ഓക്കെ. ഞാൻ ദോശയും കഴിക്കാം. ഒരു ദോശയും കൂടിയാണ്. ചൂട് ചൂട് പുട്ട് ഇവിടെ വെച്ച് അത്ര. ആ ഓക്കെ മതി. മുട്ടക്കറി, ചമ്മന്തി, ചട്നി, ഒരു ദോശയും കൂടി. അപ്പോൾ അറിയാലോ, അത് എല്ലാം കുറച്ച്. പുട്ട് ഭയങ്കര ചൂടാട്ടോ. അപ്പത്തിനെ കണ്ടില്ല പുട്ട്. ദോശയും ചൂട്, നല്ല ചൂടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. മതി 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 മതി. അല്ല, നല്ല മുട്ടക്കറിയാണ് കണ്ടിട്ട്. നൈസ്. ചമ്മന്തി, ദോശ, അപ്പം, മുട്ട, പുട്ട്, എല്ലാ കാര്യങ്ങളുമായി. പുട്ടിൻ്റെ പ്രത്യേകത നല്ല ചൂട്. മുട്ടക്കറിയല്ല, ആവി പറക്കുന്ന പുട്ടും അതേപോലെ മുട്ട. ഇത് താറാവ് മുട്ടയാണോ? അതിൻ്റെ മഞ്ഞക്കരു കണ്ടപ്പോൾ മനസ്സിലായി. താറാവ് മുട്ട അത്യാവശ്യം നല്ല എരിവുള്ള സ്പൈസി. ഇതാണ് ഇവിടുത്തെ ടൊമാറ്റോ കറി. അടിപൊളി. ദോശയ്ക്ക് നല്ല കോംബോ മതി കേട്ടോ. ടൊമാറ്റോ കറി. ടൊമാറ്റോ കറി, പുട്ട്, മുട്ട എല്ലാം വെച്ച് കഴിക്കുന്നു ആൾക്കാരെല്ലാം വന്നിട്ട്. ടോട്ടൽ അപ്പോൾ എത്രയായി? ഓക്കെ, ഞാൻ കൂട്ടുന്നു നോക്കി പേപ്പറിൽ 189. അതെ, ഓക്കെ ശരി, താങ്ക് യു. ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. കൈകൊണ്ട് എഴുതി കണക്ക് കൂട്ടി ഓരോരുത്തർ കഴിച്ചാൽ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പഴയ പേപ്പറിൽ ഇങ്ങനെ എഴുതി കൂട്ടിയാണ് പറയുന്നത്. ബില്ലിംഗ് സിസ്റ്റം ഒന്നുമില്ല. തനി നാട്ടും പുറം പണ്ടത്തെ കാലം പോലെയൊക്കെ ഓർമ്മിപ്പിക്കുന്നൊരു കട. താങ്ക് യു. ഞാൻ വെള്ളം എടുക്കാൻ പറഞ്ഞു, അത് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. 10-11 മണി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ചായ കടികൾ, ഇത്രേ ഉള്ളൂ. ലഞ്ചൊന്നുമില്ല, ഡിന്നറും ഇല്ല. ഇതിൻ്റെ തൊട്ട് താഴെ നോക്കി ചെറിയൊരു പെട്ടിക്കട പോലെ മുറുക്കാൻ കട. ഇതാണ് പണ്ടത്തെ കാലത്തെ മുറുക്കാൻ കട. നമ്മൾ വെറ്റാപ്പാക്ക്, ചുണ്ണാമ്പ്, അങ്ങനെ ചെറിയ പരിപാടി കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ വെറ്റൊന്നും കഴിക്കില്ല, മുറുക്കാൻ പരിപാടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തിരിച്ച് കയറാം. ബസ് റൂട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബസ് വണ്ടികളെല്ലാം വരും. കറങ്ങി നമ്മൾ കാട്ടിനകത്ത് കൂടി, അതായത് നമ്മൾ കുളത്തുപുഴ റൂട്ടിൽ തന്നെയാണ്, കുറച്ചൊരു 7-8 കിലോമീറ്റർ ഡീവിയേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തെത്തി. ഒരു കാട്ടിനകത്ത് കൂടിയാണ് പോയത്. നല്ല പാറ, കൊങ്കിപ്പാറയും പിന്നെ ഇത് കണ്ടില്ലേ എണ്ണപ്പനയുടെ ഒരു തോട്ടവും
കണ്ടില്ലേ? പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കാവുണ്ട്, അത് അങ്ങോട്ടാണ്. നമ്മൾ ആ കാവിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. എന്നപ്പന പാം ഓയിൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതാണ് ആ പാറ, കൊങ്കിപ്പാറയുടെ ഭാഗം. ഇത് അങ്ങോട്ട് കയറി കയറി പോയാൽ പാറക്കൂട്ടങ്ങളാണ്. ഈ സൈഡിലൊരു ചെറിയ അരുവിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു മഴയുള്ള ദിവസമായതുകൊണ്ട് നല്ല അന്തരീക്ഷം. ആഹാ, കൊങ്കിപ്പാറ എന്ന് പറയുന്ന വലിയൊരു പാറയും അതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണിത്. കൊള്ളാലോ, എണ്ണപ്പന. എന്ത് രസമല്ലേ ഇവിടെയെല്ലാം, നല്ല ഗ്രീനറി, ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും ചെറിയൊരു സ്ട്രീം, വെള്ളച്ചാട്ടം പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുത്, സ്മോൾ സ്ട്രീം. ഞാൻ ഈ പാറയുടെ താഴ്ഭാഗത്ത് വന്നിരിക്കുകയാണ്. എന്ത് രസം നോക്കി. ഒരു ഗ്രീനറി, ഈ അരുവിയുടെ ചെറിയ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. വലിയ വാട്ടർഫാളൊന്നും അല്ല കേട്ടോ, കുഞ്ഞ്. പക്ഷേ ഈ പാറയുടെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ. ഈ എണ്ണപ്പനയെല്ലാം കണ്ട് തൊട്ടുപുറകിലും പാറയും. ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ കേമായിരിക്കും, കുട എടുക്കാണ്ടാണ് കറി നിറയ്ക്കുന്നത്. ഒരു സെറൈൻ അറ്റ്മോസ്ഫിയർ. അപ്പം ഞാൻ പറഞ്ഞു വന്ന പേര് കൊങ്കയാണ് കേട്ടോ, കൊങ്കേ പാറ. പക്ഷേ ഇതാ പാറയല്ല കേട്ടോ, ഇതാ പാറയുടെയൊക്കെ താഴ്വാരെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി അങ്ങോട്ട് പോകാം. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാറയുടെ മേൽഭാഗം വരെ പോയിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, അത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. കാറ് കുറച്ചുകൂടെ ദൂരെ മേളിലേക്ക് കയറാൻ പറ്റും എന്ന് പറയുന്നു. നോക്കാം. ഞാനിവിടുത്തെ ഈ തണലും ഭംഗിയൊക്കെ കണ്ട് ഇവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ കൊങ്കേ പാറയുടെ ഭാഗത്തേക്ക് പോകാം. നമ്മളിപ്പോൾ കൊങ്കേ പാറയുടെ താഴ്ഭാഗത്താണ്. അവിടെ നിന്ന് നടന്നാണ് മേളിലേക്ക് ആ പാറയുടെ അങ്ങോട്ട് കയറി പോകണം, അത്രേ ഉള്ളൂ. ഒരുപാട് കയറാനില്ല, ഇച്ചിരി കയറണം. പക്ഷേ ആ ഒരു ജസ്റ്റ് ഒരു കയറ്റം. മഴയായതുകൊണ്ട് കുറച്ചൊരു സ്ലിപ്പറി ആകാൻ സാധ്യതയുണ്ട് ചില ഭാഗങ്ങൾ. ഈ കൊങ്കിപ്പാറയുടെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. കുറച്ച് പാടാണ് കയറാനെങ്കിലും നമുക്കൊന്ന് കയറാം. ഇതിൻ്റെ മുകളിൽ പോയി പുറത്തേക്കുള്ള കാഴ്ചയൊന്ന് കാണാം. ഇതൊരു ബോർഡർ പോലെയാണ് നിൽക്കുന്ന ഈ ഒരു പാറക്കൂട്ടം. ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഏറ്റവും ടോപ്പിൽ പോകാം. നോക്കിക്കോളൂ, പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പ്രധാന കാഴ്ചകൾ എത്ര മനോഹരമാണ്. അതായത് നോക്കത്താ ദൂരത്തിങ്ങനെ അങ്ങറ്റം വരെ നമുക്കിങ്ങനെ കാണാം. ഏറ്റവും ബാക്കിലായിട്ട് മലനിരകൾ കാണാം. അല്ലാണ്ട് ഇതുപോലെ തന്നെ ഒരു പൊക്കമുള്ളൊരു പാറ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പച്ചപ്പ് തന്നെയാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരാനിപ്പോൾ മഴയില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. പക്ഷേ കുറച്ച് എന്താ പറയുക, കയറിയാൽ വേർത്താണ്. എന്ത് മനോഹരമായ കാഴ്ചയല്ലേ, വെരി വെരി ബ്യൂട്ടിഫുൾ. നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട്. അങ്ങനെ കൊങ്കിപ്പാറയിൽ നിന്നും താഴേക്ക് ഇറങ്ങി നമുക്കിനി മുന്നോട്ട് പോകാം. കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഊരുവാസികളുടെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ഈ കാണുന്ന കാവ് ക്ഷേത്രം. ഇത് ആയിരവള്ളി തമ്പുരാൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ വളരെ ശക്തിയുള്ള വനദേവതകളും വനദൈവങ്ങളും ഒക്കെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഈ കാണുമ്പോൾ തന്നെ അറിയില്ല, വളരെ സെറായനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ആലും മരങ്ങളും അതിൻ്റെ താഴെ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷ്ഠകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാവ് തന്നെയാണിത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്ലാണ്. ഇവിടെ ഒരു വലിയ കല്ല് കാണാമല്ലോ, അത് ഇവിടെ പ്രാർത്ഥിക്കാനുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് ഈ കല്ലും. അതായത് വളരെ ചെറിയൊരു കല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ പ്രതിഷ്ഠകളും സ്വയംഭൂവായിട്ടുള്ള കല്ലുകളാണ്. ഇപ്പോൾ ഗണപതി ഭഗവാന്റെ ചെറിയ പ്രതിഷ്ഠയാണെങ്കിലും ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു രൂപത്തിലുള്ള കൽപ്രതിഷ്ഠകളാണ്, അല്ലാതെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ബിംബങ്ങളല്ല. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു കാവിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഭക്തി തോന്നിക്കുന്ന, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലം എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാവിലെ ദൈവങ്ങളെയെല്ലാം പ്രാർത്ഥിച്ച്, മലദൈവങ്ങളെയെല്ലാം പ്രാർത്ഥിച്ചിട്ട് നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട്. കുറച്ച് ആൾക്കാർ എന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഊരുവാസികളാണ്. അവരുമായിട്ടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് പോകാം.
സന്തോഷമായി. നിങ്ങൾക്ക് ജോലി കഴിഞ്ഞു വരുന്നത് തൊഴിലുറപ്പല്ലേ? നടന്നോണ്ടിരിക്കാനല്ലേ? ഓ പിന്നെന്താ ഫോട്ടോ ഇവിടുത്തെ നിങ്ങള് രണ്ടുണ്ടല്ലേ? ആൾക്കാർ വാസികളാണ്. ഇവരുടെ വീടൊക്കെയാണ് ഈ പരിസരത്തെല്ലാം ഉള്ളത്. തൊഴിലുറപ്പാണ് ഇപ്പൊ രാവിലെ. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണ്. ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെയാണ് എല്ലാം എല്ലാം. തിരിഞ്ഞു പോയി പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും വെച്ചേ. വലിയ സന്തോഷം എല്ലാവരും കണ്ടത് കേട്ടാ. ഹാപ്പിയാണോ ജനറലി ഇവിടെ താമസമൊക്കെ? ഹാപ്പിയാണ്. ഓക്കെ. ഒരു ഫോട്ടോ എടുക്കണം. എല്ലാരും കൂടെ എല്ലാവരും എല്ലാരും കാണാൻ വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട്. ഈ ഊരിന്റെ അമ്പലം കൂടിയാണ്. ഇവരുടെ കുടുംബക്ഷേത്രമാണ് അല്ലേ? കുറച്ച് കണ്ടു പോവാം. ഒറ്റയ്ക്ക് വേണോ? ഓക്കെ. ആണല്ലേ? ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ. താങ്ക് യു. പോയിട്ട് വരട്ടെ. അപ്പൊ നിങ്ങളുടെ ജോലി മുടങ്ങിയോ? തോന്നുന്നില്ല. അപ്പുറത്താണല്ലേ? കുറച്ച് വലിച്ചില്ല. ഈ മഴ രാമായണ കഥയായിട്ട് ബന്ധമുണ്ട്. സീതപ്പാറ തൊട്ടപ്പുറത്താണ്. അങ്ങോട്ട് കേറിയാ മതി. പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഞാൻ കയറി മനസ്സിലായി. ഞാൻ ഇതുവരെ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ബൈ ബൈ. അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ആരാ കാണാൻ വരുന്നേ? അയ്യോ കഴിക്കുന്ന സമയമാണല്ലോ. വേറെ അവിടെ നിന്ന് വരും കണ്ടുവെച്ചുമ്പോ. ഇവിടുന്ന് നേരെ ഇനിയിപ്പോ തൊഴിലുറപ്പിന്റെ ബാക്കി കണ്ടിന്യൂ അല്ലേ? ഇതിപ്പോ എനിക്ക് ചായ കുടിക്കുന്ന സമയമാണ് അല്ലേ? ചായയും എന്തെങ്കിലും സ്നാക്സും. തൊഴിലുറപ്പ് അത് പക്ഷെ 100 ദിവസമേ കിട്ടുള്ളൂ. എനിക്ക് 200 ദിവസമല്ലേ? ആയതുകൊണ്ട് 200 ദിവസം കിട്ടും. സൈബർ ഓ സന്തോഷം. താങ്ക് യു. നിങ്ങളതൊക്കെ വന്നത് പാചകമൊക്കെ കാണുന്നുണ്ട്. അതെ കാണണം. പിന്നെ തീർച്ചയായിട്ടും ഇതാണ് ഓടി വന്നാണ്. ഇവിടെ വന്നേ. ഇവിടെ എന്നെ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഫോട്ടോ എടുക്കണ്ടേ? ഇവിടെ എടുക്കുന്നുണ്ടോ? അവിടെ എടുക്കും. കുഴപ്പമില്ല. എന്തായാലും അതിനെ പറ്റി അവസ്ഥ.